അതെ, കാതൽ, സ്നേഹം, പ്രേമം, അത് ഒരു ലഹരിയാണ്. അതനുഭവിച്ചവർക്ക് ഓരോ ദിനവും അതിൻ്റെ മധുരമുള്ള ഓർമ്മകൾ. ജീവിതത്തിലെ കാലഘട്ടത്തിനനുസരിച്ച് അതിന് മാറ്റം വരുന്നു എന്ന് മാത്രം. നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് അത് ജീവിത പങ്കാളിയോടുള്ള സ്നേഹമാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എന്തോ ഒരു കുളിര് അല്ലേ? യുവത്വത്തിൻ്റെ ജീവനാണ് ഐ ലവ് യു എന്ന് പറയുവാനും കേൾക്കുവാനും കുതിക്കുന്ന ഘട്ടം. പിന്നീട് കവിതാക്കളുടെ പ്രണയം, എവിടെയും സന്തോഷം മാത്രം. വിവാഹ ജീവിതം പ്രണയത്തെ എന്നേക്കും സ്വന്തമാക്കുന്നു. പിന്നീട് മക്കളും കൊച്ചുമക്കളും, ജീവിതം, കുറേ പഠനങ്ങൾ. ഞങ്ങൾ സെൻറ് മേരീസ് വാർഡ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നു സ്നേഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുമായി. ഓർക്കുക, ചിരിച്ചൂടിയ കവിളുകൾ ചുളിവുകളായി മാറുമ്പോഴും സ്നേഹത്തിന് എന്നും ചിരികൾ മാത്രം. അനുഗ്രഹിക്കുക. ഞാൻ ഡ്രോപ്പ് ചെയ്യണം. പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ. എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ്. ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ്. വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ? നോക്കാം, ചിലപ്പോ രസമായിരിക്കും. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ വെയിറ്റ് ചെയ്തോളാം. എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ജനലി പറഞ്ഞാലും വെയിറ്റ് ചെയ്തിരുന്നോളാം. ഓക്കെ. ദുപ്പട്ടാവാലി പട്ടാവാലി തൊട്ടാവാടി. ഇതുവരെ ഇല്ലാത്തൊരു മൂളിപ്പാട്ടും മറവിയും മന്ത്രിയും പതിവില്ലാതെയുള്ള കഥ പടച്ചിടലും ഫോൺ വിളിയും. എന്റെ ഈശോയെ, ശരിക്കും മനസ്സിലായി. കൊല്ലം കുറെ ആയില്ലേ, ചലിച്ച മനസ്സിലാവും. എനിക്കെന്നല്ല, എല്ലാ ഭാര്യമാർക്കും മനസ്സിലാവും. അനിമേ, ഈയിടെയായിട്ട് ഗ്ലാമർ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഉണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നറിയാം? പറയൂ. ഭർത്താവിന്റെ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യം. കണ്ടിട്ടും പോരാറായി ഒട്ടപ്പോളാത്മാവിൽ തേർന്നിറഞ്ഞു പൂപോലെ നീരിട്ടു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികൾ
പറ്റില്ല മക്കളെ. നിങ്ങൾക്ക് തന്നെ വേണം. പക്ഷെ നിങ്ങളുടെ അമ്മ എന്നോട് പോകണ്ടെന്ന് പറയുന്നില്ലല്ലോ. ശരി ശരി ശരി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാതിരിക്കാം. നിങ്ങളെന്റെ മക്കളായി പോയില്ലേ? നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു ശല്യമാകാതെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ കുട്ടിയോട് സമ്മതിക്കുന്നില്ല. പോകല്ലേ അച്ഛാന്ന് പറഞ്ഞ് കരയാ രണ്ടും. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? കുട്ടികളെ ഈ അഭിനയം പഠിപ്പിച്ചത് എവിടെ വെച്ചോ? സ്കൂളിൽ വെച്ചോ, വഴിയിൽ വെച്ചോ? അഭിനയം എന്താടി നോക്കുന്നത്? പോയിരുന്ന് പഠിക്കാൻ. അച്ഛന്റെ കൂടെ കൂടി കള്ളത്തരങ്ങൾ പഠിക്കാൻ. கண்மணி அன்போட முதல்ல கண்மணி சொன்னல, இந்த பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம். பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உட்காந்தா அந்த எழுத்துதான் வார்த்தை. உன்னை எண்ணி பார்த்தையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. கண்மணி